പെൻഷൻ വാങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സന്തോഷ വാർത്തയാണ്. അതായത് പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രധാന വീഡിയോ ആണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നമ്മൾ സാധാരണ രീതിയിൽ ആ ഒരു പെൻഷനും സ്കീമും കാര്യങ്ങളൊക്കെ പറ്റി പറയുമ്പോഴത്തേക്കും ഈ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഏകദേശം ഒരു 19 മാസത്തോളമായി ആ ഒരു പെൻഷൻ എമൗണ്ട് മുടങ്ങിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ആ ഒരു ന്യൂസും കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് ഏകദേശം ഒരു 19 മാസത്തോളമാണ് ഈ ഒരു ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇവർക്ക് ഇനി തൊട്ട് ഏകദേശം ഒരു 3 മാസത്തേക്കുള്ള ആ ഒരു എമൗണ്ട് സർക്കാർ ഇപ്പോൾ തരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അവർക്കിപ്പോൾ 2 മാസത്തേക്കുള്ള ആ ഒരു എമൗണ്ട് അവർക്ക് ഈ വരുന്ന ഒരു തിങ്കളാഴ്ചയോട് കൂടിയിട്ടൊക്കെ ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഗഡുവായിട്ടുള്ള 1600 രൂപ ഡിസംബർ 15-ാം തീയതി മുതൽ അവർക്കും ആ ഒരു വിതരണം ഉണ്ടാകും. എന്തായാലും ഈ ഒരു ഡിസംബർ മാസത്തിൽ തന്നെ ഏകദേശം 3 ഗഡുക്കളാണ് സർക്കാർ, അതായത് 4800 രൂപയോളം ഈ ഒരു മാസം, അതായത് ഈ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരുടെ അക്കൗണ്ടിലോട്ട് 4800 രൂപയോളം എത്തുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഏകദേശം 900 കോടി രൂപയോളമാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ വായ്പ എടുത്തിട്ടുള്ളത്. 3 ലക്ഷം ഗുണഭോക്താക്കളാണ് ഈ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്നത്. അവർക്ക് ഏകദേശം ഇപ്പോൾ ഒരു 19 മാസത്തോളമാണ് ഇപ്പോൾ ഈ ഒരു പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യത്തെ 3 മാസത്തെ ആ ഒരു പെൻഷൻ എമൗണ്ടാണ് ഈ ഒരു ഡിസംബറിൽ തന്നു തീർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു വായ്പ എടുത്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു 19 മാസം കംപ്ലീറ്റ് ആ ഒരു മാസത്തെ മുടക്കങ്ങളും അവർ തന്നു തീർക്കുന്നതായിരിക്കും. ഈ ഒരു പെൻഷൻ വാങ്ങുന്നവർക്ക് ഏകദേശം 3.5 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഉള്ളത് കൊണ്ട് തന്നെ 63 കോടിയിലധികം രൂപയാണ് അവർക്ക് പ്രതിമാസം അവർക്ക് ഈ ഒരു പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടത്. ഇടയ്ക്ക് ആ ഒരു സർക്കാരിന് കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ടാണ് ഇത്രയും രീതിയിൽ ആ ഒരു മുടക്കം വന്നത്. അപ്പോൾ ആ ഒരു മുടക്കം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഏകദേശം 900 കോടിയോളം രൂപ വായ്പ എടുത്തിട്ട് ഇവർക്ക് ഓരോരോ ഗഡുക്കളായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് 4800 രൂപ നിങ്ങൾക്ക് ഈ ഒരു ക്ഷേമനിധി ബോർഡ് പെൻഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പെൻഷൻ, അതായത് വാർദ്ധക്യ പെൻഷൻ, അതുപോലെ ഭിന്നശേഷി പെൻഷൻ, അങ്ങനെയൊക്കെ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള എമൗണ്ട് ഡിസംബർ 15 മുതൽ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് അവർക്കും ഈ ഒരു പെൻഷൻ എമൗണ്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ 15-ാം തീയതി മുതൽ, അതായത് 15 എന്ന് പറയുന്നത് ചിലപ്പോൾ 16-ഓ 17-ഓ ആ ഒരു തീയതിക്കുള്ളിൽ തന്നെ അക്കൗണ്ടിൽ എത്തുന്നവർക്ക് 26 ലക്ഷം ആൾക്കാർക്കോളം അവർക്ക് അക്കൗണ്ടിലോട്ട് ഈ ഒരു എമൗണ്ട് എത്തുന്നതായിരിക്കും. ബാക്കിയുള്ള ആൾക്കാർക്ക് വീടുകളിൽ ഈ ഒരു എമൗണ്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ്. സാധാരണ ബാങ്ക് ജീവനക്കാർ മുഖാന്തരമായിരിക്കും വീടുകളിൽ എമൗണ്ട് എത്തുന്നത്. വീടുകളിൽ എത്തുന്നവർക്കാണെങ്കിൽ ഒരു 3-4 ദിവസം കൂടി ടൈം എടുക്കും. കാരണം ഈ ഒരു എമൗണ്ട് ബാങ്കിൽ എത്തിയിട്ട് അവിടെ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് ഓരോരോ ഏരിയ ഒക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഏകദേശം അതൊരു 3-4 ദിവസത്തിനുള്ളിൽ, എങ്കിലും ക്രിസ്മസിന് മുന്നോടിയായിട്ട് തന്നെ ഉറപ്പായിട്ടും വീടുകളിൽ എത്തുന്നവർക്കും ആ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അതായത് ആധാർ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും, പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുള്ളൂ. 200, 300, 500 ആ ഒരു രീതിയിലുള്ള ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആധാറും അതുപോലെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. പിന്നെ ഇപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ വന്നെന്നിരിക്കുക, പക്ഷേ എല്ലാ മാസവും ചിലപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ തന്നെ എമൗണ്ട് വരണമെന്നില്ല. നിങ്ങൾ ആധാറായിട്ട് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ആണോ ചിലപ്പോൾ മറ്റുള്ള ആ ഒരു ബാങ്ക് അക്കൗണ്ടിലോട്ടും കേന്ദ്ര വിഹിതം എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ആ ഒരു എമൗണ്ട് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ അക്കൗണ്ടുകളുണ്ടെങ്കിൽ ആ അക്കൗണ്ടും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ രീതിയിലും ആ ഒരു പെൻഷൻ എമൗണ്ടും എത്തുന്നതാണ്. അതുപോലെ ക്ഷേമനിധി ബോർഡുകാർക്കും അവർക്ക് വേണ്ടിയിട്ടൊരു സന്തോഷ വാർത്തയാണ്. അവർക്ക് 3 ഗഡുക്കൾ 4800 രൂപ ഈ ഒരു മാസം നിങ്ങളുടെ അക്കൗണ്ടിലൂടെ എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി പേർക്ക് ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റിൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.